പൊടിക്കാറ്റ് കണ്ടില്ലേ? കുറച്ച് നേരം ഉണ്ടായിരുന്നു വീഡിയോ. കുറച്ചുണ്ട്. നല്ല പൊടിക്കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ കാണുന്നുണ്ട് നിങ്ങൾ? ഇന്നിപ്പോൾ ഒരു വ്ളോഗ് എന്ന് പറയണത് പനയുടെ മേലെന്നാ. അപ്പോൾ ഒരു ചെറിയ കുറച്ച് ഇതെന്താ ലൈറ്റ് കമ്മി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഒരു കമൻറ്റ് ഒന്നല്ല, ഒരുപാട് കമൻറ്റ് ടിക്ടോക്കിലും ഇൻസ്റ്റയിലും എല്ലാത്തിലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവർ പണിക്ക് വന്നിട്ട് ഇവിടെ എന്താ പണിയെടുക്കണമെന്നുള്ളത്. ഈ എല്ലാ പണിയെടുക്കണ്ടല്ലോ. അപ്പോൾ മെയിൻ കമൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവർ പറയണത് ഈ പണിയൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള ഒരു ചോദ്യം ഞാൻ കണ്ട്. ആ ചോദ്യത്തിനോട് ഞാൻ യോജിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നുള്ള ആൾക്കാർ കാണിക്കുന്ന പണികളുണ്ടല്ലോ, അത് തുടർന്ന് വരുന്ന ഡ്രൈവർമാരായി കഴിഞ്ഞാലും വരുന്ന പുതിയ ഡ്രൈവർമാരായി കഴിഞ്ഞാലും അവരത് സ്വാഭാവികമായിട്ട് പറയും, എടാ മുന്നേ നിന്ന ഡ്രൈവർ ഈ പണിയൊക്കെ ചെയ്തതാണ്, പിന്നെ അതുകൊണ്ട് ഇതും ചെയ്യണം എന്നുള്ളത് പറയാം. അങ്ങനത്തെ പറയുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറയേണ്ട കാര്യങ്ങളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പണിയൊക്കെ ഞാൻ 10 കൊല്ലത്തോളമായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. 10 കൊല്ലത്തിൽ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പണിയാണ്, ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് നമുക്ക് എന്തെങ്കിലും ഫായ്ദ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ഡ്രൈവറിൻ്റെ സാലറിക്ക് പുറമെ ഈ പണിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫായ്ദ മീൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉപകാരം അവരെ കൊണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉപകാര കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക. അല്ല എങ്കിൽ പുതുതായി വരുന്ന ഡ്രൈവറിൻ്റെ അടുത്ത് അങ്ങനെ പറയാണ്, അഥവാ മുന്നേ ഉള്ള ഡ്രൈവർ ഈ പണിയൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് ഇയും ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തുറന്ന് പറയേണ്ട ഒരു കാര്യമാണ്. എന്ത് നിങ്ങൾ എന്താ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്നത് ഡ്രൈവർ പണിക്കാണ്, അതുകൊണ്ട് ഈ പണി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അവർ പറയാണ് ഈ പണി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എനിക്ക് ഞാൻ എന്തെങ്കിലും പൈസ ഞാൻ തരാമെന്ന് പറയാണ്. ആ പൈസ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അഥവാ ഇനിയിപ്പോൾ 10 ദിനാറോ 20 ദിനാറോ 5 ദിനാറോ എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അത്ര പൈസ പോരാ, 20 ദിനാറ് അല്ലെങ്കിൽ 10 ദിനാറ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റണ പൈസ എത്രയാണോ, 100 റിയാൽ 200 റിയാൽ ദിനാറ് ദിർഹം എത്ര നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇന്ന പോലെ ആ പൈസ കൂടെ തരികയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് എന്നുള്ളത് പറയാം. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത്? കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് ഇതും. നിങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങളിട്ട കമൻറ്റിനുള്ള റീപ്ലൈ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, മുന്നേ ഞാൻ പോയ വീട്, ഞാനിതൊരു 10 കൊല്ലത്തോളമായിട്ട് ഈ ഡ്രൈവർ പണിക്ക് പുറമെ പുറത്തെ ക്വാർട്ടേഴ്സ് ഉണ്ടാവും, വീട് കാര്യങ്ങൾ, ഫ്ലാറ്റ് കാര്യങ്ങൾ, അവിടെ പോയിട്ട് ഞാൻ വണ്ടി കഴുകി കൊടുത്തിട്ട് അവിടുന്ന് പൈസ മേടിക്കുന്ന ആളെ ഞാൻ. പക്ഷേ ഇപ്പോഴൊന്നും ഇല്ല, അതൊന്നും ഒരുപാട് കാലമൊന്നും നിന്നിട്ടില്ല ആ പണി. നമ്മൾ കഫീൽ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി ചെയ്യേണ്ട, കഫീൽ നാണക്കേടാണ്, നമ്മൾ നാണക്കേടല്ല കേട്ടോ, കഫീൽ നാണക്കേടാണ്. അപ്പോൾ ആ പരിപാടിയൊന്നും ചെയ്യണ്ട. അതേപോലെ ഇന്നറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഖത്തറിൽ അത്തർ ജ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. മീൻസ് സൈഡ് ബിസിനസ്. വെറുതെ ഈ പണീൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അവനാൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്താ പറയുക ആ സംഭവങ്ങൾ. അതിൻ്റെ കൂടെ നമുക്കൊരു വരുമാനം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഹാപ്പി ആവില്ലേ. പക്ഷെ ഇവിടെ ഒന്നും നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഇതുകൊണ്ടൊക്കെ നമുക്ക് ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത് മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തുറന്ന് പറയും എന്ത് കാര്യം ഉണ്ടെങ്കിലും. നിങ്ങളെ വീട്ടിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, എന്ത് കാര്യം നിങ്ങളെ വീട്ടിൽ കുടിക്കാനുള്ള വെള്ളമല്ലേ റൂമിൽ ഡ്രൈവറെ സംബന്ധിച്ചിട്ട്, ബാക്കിയുള്ള പ്രവാസികൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ തുറന്ന് പറയാം. മുടി വെട്ടണ കട ആയിക്കോട്ടെ, ലൗണ്ടറി ആയിക്കോട്ടെ, ബേക്കറി ആയിക്കോട്ടെ, ബക്കാലായിക്കോട്ടെ, മറ്റേ എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ നിങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. ഡ്രൈവർമാരെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ റൂം, നിങ്ങളെ ഫുഡ്, നിങ്ങളെ വീട്ടിലത്തെ കിച്ചണിക്കുള്ള സാധനങ്ങൾ, നിങ്ങൾക്ക് ഈ സോപ്പ് ചീപ്പ് കണ്ണാടി മറ്റേത് മറിച്ചത് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയുക കിട്ടണം എന്നുള്ളത്. അങ്ങനെ കിട്ടുന്ന വീടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ, അതൊക്കെ നല്ല വീടുകളിൽ പെട്ട സംഭവങ്ങളാണ്. ഒരു നേരത്തെ പുറത്തത്തെ ഫുഡൊക്കെ മേടിച്ച് തരുന്ന വീടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വീട്ടിൽ പെട്ടതാ. പുറത്ത് വെയിലത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോണ്ട ഉള്ളിൽ പോയിരുന്നോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല വീട്ടിൽ പെട്ടതാ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ നിൽക്കേണ്ട പോലെ നിൽക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂട് കാലത്ത് കോളേജിലും കൊണ്ടുപോയി വിട്ടിട്ട്, മാഡത്തിനെ കുട്ടികളൊക്കെ കോളേജിലും കൊണ്ടുപോയി വിട്ടിട്ട് ആ വണ്ടിയുടെ ചാവി കോളേജിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവർ മേടിച്ചിട്ട് പോകുന്ന വീടുകളുണ്ട്.
10 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ പല അനുഭവങ്ങളും നമ്മളെ കണ്ണിൽ മുന്നിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനത്തെ വീടുകൾ അടക്കമുണ്ട്. എന്നിട്ട് ആ പാവങ്ങൾ ഡ്രൈവർമാർ എവിടെ പോയിരിക്കുക? ഒന്നില്ലെങ്കിൽ ചെറിയ നിസ്കാരത്തിൻ്റെ ഇതുണ്ടാകും, അതോ പല സമയത്തൊന്നും AC ഓൺ ആവില്ല. ഈ 45-50 ഡിഗ്രി ചൂടിൻ്റെ ഇടയിൽ അങ്ങനെ വിൽക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ഇങ്ങനത്തെ ഒരു വീടും കിട്ടുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന വീട് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല, പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം നമ്മളെ മൈൻഡിൽ വെക്കരുത്. ഇതേനെ കേൾക്കുക, ഇതേനെ വിടുക, ആ ഒറ്റ മൈൻഡ്. ഇതേനെ കേൾക്കുക, ഇതേനെ വിടുക, എല്ലാത്തിനും ഇൻഷാ അല്ലാഹ്. എന്ത് തുൽമ, എന്ത് അറക്ക്, എന്ത് കറാബ്, എന്ത് മറ്റേത് മറിച്ചതുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ആ ഒറ്റ വാക്കിൽ ഓക്കെ ആ കാര്യം അങ്ങോട്ട് കഴിയുക. എന്തും നമ്മൾ മനസ്സിലാക്കുക. ഇതിങ്ങനെയാണ്. മറ്റുള്ളവരുടെ മൈൻഡിൽ എന്ത് നമ്മൾ പറയുന്നോ, എന്ത് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നോ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് നമ്മളേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ ഒക്കെ ഒരു വീട്, നല്ലൊരു വീട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ, ഇങ്ങനത്തെ പണികളൊന്നല്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യണതാണ്. അതിനുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും ചെയ്യും. ഇങ്ങനെ പനമ കയറിയിട്ടുള്ള പരിപാടി കാര്യങ്ങളൊന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ചെടി നനക്കാനോ മുറ്റം നനക്കാനോ അങ്ങനത്തെ അല്ലറ ചില്ലറ താഴത്തെ ചെറിയ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക, അതിനുള്ള പ്രതിഫലം വാങ്ങുക, പറയുക. ഇതൊക്കെ ചെയ്യണേന് അതെ. ആ വീഡിയോ മറ്റേ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ടെമ്പറേച്ചറിൻ്റെ എന്തൊക്കെ കാണിച്ചിട്ട് ആ വീഡിയോൻ്റെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കാണിച്ചിട്ടും അങ്ങനെ ഫോൺ ഓഫ് ആകല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആകാതെ. അപ്പോൾ അതിൻ്റെ ബാക്കി എന്തായാലും വേണമല്ലോ. അതിന് എന്തായാലും അവസാനം ഒരു എൻഡിങ് ആക്കിയിട്ട് അങ്ങോട്ട് നിർത്താൻ വിചാരിച്ച്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വലിച്ച് നീട്ടുന്നില്ല കാര്യം. അങ്ങനെ അങ്ങോട്ട് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ വന്ന പണിക്ക് വന്നിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൈഡിങ് കണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കാം. നിങ്ങൾ റീചാർജ് കാര്യങ്ങൾ, പുറത്ത് പോകുമ്പോൾ വെള്ളം കുടിക്കാനോ, ബ്ലാങ്കറ്റ് അലക്കാനുള്ളത് അലക്കാനോ, അങ്ങനെ ഡ്രസ്സ് അലക്കാനുള്ളതോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു സൈഡ് ഇൻകം സാലറിക്ക് ഒഴികെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണോ അല്ലേ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ട്, മീൻസ് ചില വീട്ടിൽ ഡ്രൈവർ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. ചില വീട് പറയുമ്പോൾ 100-90% വീട്ടിലും ഓപ്പോസിറ്റ് ആവും. ബാക്കി ഒരു 10-5% ഡ്രൈവർ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ മുറ്റം കഴുകാനും, പൂന്തോട്ടം നനക്കാനും, കാർപ്പറ്റ് കഴുകാനും, ചെടി കഴുകാനും, ചെടി നനക്കാനും, പിന്നെന്താ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ ഡ്രൈവർ പണി. അങ്ങനത്തതൊക്കെ ഉണ്ടാകുക 90% വീട്ടിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള വീടുണ്ട്, നല്ല സുഖസുന്ദരമുള്ള വീടുകളുണ്ട്. അപ്പോൾ ഇതിന്നൊക്കെ നമുക്ക് ചെയ്യുന്ന പണിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്ട്രാ ഇൻകം എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ അതോടെ നിർത്തുക. ഇല്ല ഇതൊക്കെ പറ്റൂല എന്നുള്ളത് തുറന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 10 കൊല്ലമായി ഞാൻ പ്രവാസിയായിട്ട് ഡ്രൈവർ തന്നെയാണ്. ഇപ്പോൾ 3 വീട് കഴിഞ്ഞ്. ഇതേപോലെ 2 വീട്ടിൽ ഖത്തറിൽ ഞാൻ സുഖസുന്ദരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഖത്തറിലും ഈ പണി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഖത്തറിൽ പുറത്ത് ജ്യൂസ്, അത്തറിൻ്റെ കച്ചവടം, ഈ മറ്റേ വീട് പണി എടുക്കുമ്പോൾ അവരെ പാകിസ്ഥാനികളുടെ കൂടെ അങ്ങനത്തെ പണി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പണി ചെയ്തതിന് ഇതല്ല, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്തെങ്കിലുമൊക്കെ കിട്ടുക. പിന്നെ അവനവൻ്റെ ശരീരമൊക്കെ കുറച്ച് നോക്കുക, അതൊക്കെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ വരുന്ന ഡ്രൈവറിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തുറന്ന് പറയുക, ഈ പണി എടുക്കാൻ പറ്റൂല, അതിനുള്ള എന്തെങ്കിലുമൊക്കെ പൈസ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അത് പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ 2-3 ദിവസം അറിവുള്ള സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയാം, 2-3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നല്ല മുഖം കർപ്പിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവർ ഓക്കെ ആയിക്കോളും. ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് കഴിഞ്ഞ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം വേണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാം. എനിക്ക് കൂടുതൽ പൈസ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാന്നുള്ളത് പറയാം. പൈസ തരികയാണെന്നുണ്ടെങ്കിൽ തന്ന് പറ്റിക്കുന്ന ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിൽക്കുക. എങ്ങനെയൊക്കെയാണ് വീട്, എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആദ്യം തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കരുത്. പൈസ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഓക്കെ. നമ്മൾ ഒന്നിനും നമ്മൾ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ടെന്ന് പറയുന്ന ആളല്ല ഞാൻ. മറ്റുള്ള മറ്റുള്ളവരെ കമൻറ്റ് കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ കേൾക്കാതിരിക്കുക. അതൊക്കെ ദിനെ വിടുക. അവനാർക്ക് എന്ത് ഉപകാരം ഉണ്ടോ ചെയ്ത് കാണിക്കുക. ബാക്കി അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വേറെന്താ? ഓക്കെ, താങ്ക് യു.